എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ശ്ലോകം 8, 9, 10, 11, 12, 13 6 ശ്ലോകങ്ങളിൽ ഇന്ന് നമുക്ക് നോക്കാം. ബലരാമനെ സേവിക്കുന്നു. കാട്ടിലത്തെ എല്ലാ പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ബലഭദ്രനെ സേവിക്കണു. ഗൃഹത്തിൽ വന്ന അതിഥിയെ എങ്ങനെ സ്വീകരിക്കണമോ അവരവരുടെ സ്ഥിതിക്ക് അനുസരിച്ച് അതുപോലെ അവരെല്ലാവരും ഭഗവാനെ സേവിക്കുന്നു എന്ന് മനോഹരമായിട്ട് ശ്ലോകങ്ങളിൽ വർണ്ണിച്ചു. ഇതിപ്പോ അതിനുശേഷം ബലരാമ പ്രസാദത്തിന് പാത്രമായി ബലരാമൻ ആരെയൊക്കെയാണ് അനുഗ്രഹിച്ചത് എന്ന് വിസ്തരിച്ചു പറയുകയാണ് അടുത്ത ശ്ലോകങ്ങളില്. മനോഹരമായ ശ്ലോകങ്ങളാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ധന്യേയമദ്യധരണീ തൃണവീരുധ ത്വൽപാദസ്പൃശോ ദ്രുമലുദാകരജാഭിമൃഷ്ടാഃ നദ്യോദ്രയ ഖഗമൃഗാഃ സദയാവലോകൈഃ ഗോപ്യോന്തരേണ ഭുജയോരവി യൽ സ്പൃഹാശ്രീഃ. അങ്ങയുടെ പാദസ്പർശം സിദ്ധിച്ചതുകൊണ്ട് ഈ ഭൂമി ഇപ്പോ ധന്യമായി ഭവിച്ചു. ഭഗവാൻ പറയാണ് ഏട്ടനോട്, അങ്ങയുടെ പാദസ്പർശത്തിന് ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ട് ഈ പുല്ലുകളും വള്ളിക്കുടിലുകളും ധന്യങ്ങളായി. അങ്ങയുടെ നഖസ്പർശന ഭാഗ്യശാലികളായ മരങ്ങളും ധന്യങ്ങളായി. അങ്ങയുടെ കരുണാകടാക്ഷം ലഭിക്കാൻ മാത്രം സുഹൃതികളായി ഭവിച്ച നദികളും മലകളും പക്ഷികളും മൃഗങ്ങളും എല്ലാവരും ധന്യങ്ങളായി. അങ്ങയെ മാറിടത്തിൽ ചേർത്ത് ആലിംഗനം ചെയ്യാൻ മാത്രം പുണ്യവതികളായ ഗോപികളും ധന്യകളായി. മഹാലക്ഷ്മി കൂടി അങ്ങയുടെ ആലിംഗനം കാക്ഷിച്ചുകൊണ്ടിരിക്കണു. ആളുകൾക്ക് അങ്ങയോട് ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങയോട് ചേരണു എങ്കിൽ അവരൊക്കെ കൃതാർത്ഥരായി ഭവിച്ചിരിക്കുന്നു. ആരൊക്കെയാണോ അങ്ങയോട് ചേർന്ന് അങ്ങനെ ജീവിക്കണത്, ആരൊക്കെയാണോ അങ്ങയുടെ സ്പർശം ഏൽക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്, അവരെല്ലാം കൃതാർത്ഥരായി. അവർക്കൊക്കെ വളരെ കൃതാർത്ഥത ഉണ്ടാവണം എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. അങ്ങനെ ഏട്ടനെ അത്യധികം പുകഴ്ത്തിക്കൊണ്ട് ഭഗവാൻ കാട്ടില് അങ്ങനെ രണ്ടുപേരും കൂടി കളിച്ച് രസിച്ച് നടന്നു. ശ്രീശുക ഉവാച ഏവം വൃന്ദാവനം ശ്രീമത് കൃഷ്ണ പ്രീതമനാ പശൂൻ രേമേ സഞ്ചാരയന്നദ്രേ സരിദ്രോധസ്സു സാനുഗ. ഇങ്ങനെ ശ്രീമത്തായ വൃന്ദാവനത്തെ കുറിച്ച് ജ്യേഷ്ഠനായ ബലഭദ്രനോട് സംസാരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്യധികം സന്തുഷ്ടനായി പശുക്കളെ ആ പർവ്വതത്തിന്റെ തീരത്തുകൂടി ഒഴുകുന്ന യമുനാ നദിയുടെ കരകളിൽ അങ്ങനെ പച്ചപ്പുല്ല് നിറഞ്ഞ ആ യമുനയുടെ കരയിൽ കൂടെ ഇങ്ങനെ ആ പശുക്കളെ മേച്ചുകൊണ്ട് കൂടെയുള്ളവരെ ഒരുമിച്ച് കളിച്ചും കൊണ്ട് വൃന്ദാവനത്തിൽ അങ്ങനെ രമിച്ചു. ഗോപകുമാരന്മാരോടും പശുക്കളോടും പശുക്കുട്ടികളോടും ഒക്കെ കൂടിയിട്ട് അങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഏറ്റവും സന്തോഷം. അതിമനോഹരമായ വൃന്ദാവനം. ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യേഷ്ഠനോടാണെങ്കിൽ വളരെ ബഹുമാനമാണ്, അതുപോലെ സ്നേഹം. കൂട്ടുകാരോ അവരെയൊക്കെ ഇങ്ങനെ പ്രാണന് തുല്യം സ്നേഹിക്കണം. പശുക്കളെ അതേപോലെ. ആ വൃന്ദാവനത്തിന്റെ ശ്രീമത്തായിട്ടുള്ള വൃന്ദാവനത്തില് അങ്ങനെ പശുക്കളെ മേച്ചുകൊണ്ട് വളരെ സന്തോഷം ആയിട്ട് ആണ് ഭഗവാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു പ്രത്യേകം. പിന്നെ എങ്ങനത്തൊക്കെയാ കളിച്ചത് എന്ന് പറയാണ്. കുജിൽ ഗായതി ഗായൽസു മദാന്ധാളിഷു അനുവ്രതൈ
ഉപഗീയമാനചരിത സൃഗ്വീ സംഘർഷണാന്വിത. 10 ശ്ലോകം കൊണ്ടാണ് ഭഗവാൻ ആ വൃന്ദാവനത്തിൽ എങ്ങനെയാണ് അവര് ക്രീഡിച്ചത് എന്ന് പറയുന്നത്. കൂടെയുള്ള ഗോപന്മാര് ശ്രീകൃഷ്ണന്റെ ഓരോ വൈഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ കീർത്തനങ്ങൾ പാടി, അവര് പാട്ടൊക്കെ പാടി ഉണ്ടാക്കിയിട്ടുണ്ട് ഭഗവാന്റെ വൈഭവങ്ങളെ കുറിച്ച്. അതൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക ഉറക്കെ. പിന്നെയോ അതിമനോഹരങ്ങളായ കാട്ടുപൂക്കൾ കൊണ്ട് സുന്ദരമായി കെട്ടിയുണ്ടാക്കിയ മാല കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. സ്വർണ്ണമാല എന്നല്ല ഭഗവാന് ഇഷ്ടം, പലതരം പൂക്കളൊക്കെ കാട്ടുപൂക്കളൊക്കെ കൊണ്ടുള്ള മാല, വനമാല അല്ലെ. കാൽപാദം വരെ ഇങ്ങനെ കിടക്കും. അത്ര അധികം പുഷ്പങ്ങളാണ് പലതരത്തിലുള്ള, ഇവിടെയൊന്നും കാണാത്ത, സ്വർഗത്തിലെ ഉദ്യാനത്തിൽ പോലും കാണാത്ത പുഷ്പങ്ങളാണെന്നാ പറയുന്നത് വൃന്ദാവനത്തില് ഭഗവാൻ ഉള്ളപ്പോ ഉണ്ടായിരുന്നത്. ആ കാട്ടില് അത്ര മനോഹരമായിട്ടുള്ളതും സുഗന്ധപൂരിതമായിട്ടുള്ള പൂക്കള്. അവരിങ്ങനെ ഓരോ പൂക്കളും പ്രാർത്ഥിക്കും അത്ര, ഈശ്വര എന്നെ പറിച്ചിട്ട് ആ കണ്ണന്റെ കഴുത്തില് അല്ലെങ്കിൽ ആ പാദത്തില് ഒന്ന് വീഴ്ത്തണേ എന്ന് ഓരോ പൂക്കളും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പറയണം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പൂക്കളെ പറിച്ചിട്ട് ആ കുട്ടികൾ പറിച്ചു കൊണ്ട് കൊടുക്കും. മാല കെട്ടി ഭഗവാനെ അങ്ങോട്ട് അണിയിക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠനായ ബലരാമനോടും കൂടി ചേർന്ന് അങ്ങനെ സഞ്ചരിക്കണു, കളിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കൃഷ്ണൻ പുഷ്പങ്ങളിലുള്ള മധു പാനം ചെയ്യുക നിമിത്തം ലഹരി പിടിച്ച വണ്ടുകളെല്ലാം ഒരുമിച്ച് മുരുണ്ടുകൊണ്ട് നടക്കുന്ന സ്ഥലത്ത് എത്തിയാൽ, ഇപ്പൊ വണ്ടുകൾ ഇങ്ങനെ ആ സുഗന്ധമുള്ള പുഷ്പങ്ങളിൽ ഇങ്ങനെ എത്തിയിട്ട് തേൻ കുടിക്കുമ്പോ അവരൊരു ശബ്ദം ഉണ്ടാക്കും, ഝങ്കാരം. അവരിങ്ങനെ ഒരു തരം പാട്ട് പാടിക്കൊണ്ടാണ് അവര് തേൻ കുടിക്കുക. മദ്യം കുടിച്ചിങ്ങനെ മതിക്കുന്നില്ല, അതേപോലെ അവര്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോ അവരുടെ ഒപ്പം ഭഗവാനും പാടുന്ന പറയണം. അങ്ങനെ പാടും, സന്തോഷം കൊണ്ടുള്ള ലഹരി കൊണ്ട്. കൊജിച്ച കളഹംസാനാം അനുകൂജതി കൂജിതം അഭിനൃത്യതി നൃത്യന്തം ബർഹിണം ഹാസയൻ കൊജിൽ. ചില സ്ഥലത്ത് എത്തുമ്പോ മനോഹരമായി ശബ്ദിക്കുന്ന ആ കളഹംസ പക്ഷികളെ അതുപോലെ മനോഹരമായിട്ടുള്ള ശബ്ദമാണ് കളഹംസ പക്ഷികള്. അതുപോലെ ഭഗവാനും ശബ്ദിക്കും. ആ ഹംസത്തിന്റെ ശബ്ദം അനുകരിക്കും. ചില ദിക്കിലിങ്ങനെ പീലി വിരുത്തി ആടിക്കളിക്കുന്ന മയിലുകളെ നോക്കി മയിലിനെ പോലെ ഇങ്ങനെ നൃത്തം ചെയ്യും. ഇതൊക്കെ കാണുമ്പോ കണ്ടോ, ഈ കണ്ണന്റെ ശരിക്കും മയില് പോലെ, എന്തൊരു ഭംഗിയാ കാണാൻ. കൂട്ടുകാരെ ഓടി വരൂ, കണ്ണന്റെ മയില് പോലെ ആടണമെന്ന് പറയും. അവരെ കൈ കൊട്ടി ഇങ്ങനെ ചിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യണത്. മോർക്കുടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് വൃന്ദാവനത്തില്, ഞങ്ങൾ അവിടെ പോയി. മോർക്കുടി, മയിലുകളുടെ വാസം. ഒരു വലിയൊരു കുന്നാണ്. ആ കുന്നിന്റെ മുകളില് രാധാദേവിയുടെ ഒരു ക്ഷേത്രം. രാധാദേവി ഭഗവാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങും അത്ര. അപ്പൊ അങ്ങനെ പിണങ്ങിയപ്പോ ഒരു ദിവസം ഭഗവാന് മിണ്ടാതിരുന്നു. രാധാദേവി വേഗം ആ കുന്നിന്റെ മുകളില് പോയിരുന്നു പിണങ്ങിയിട്ട്. പിന്നെ കൃഷ്ണന്റെ അടുത്ത് വരാതെ മിണ്ടാതെ അവിടെ പോയിരുന്നു. എത്ര വിളിച്ചാലും മിണ്ടില്ല. അങ്ങനെ അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു, ഒരു മയിലിന്റെ രൂപം എടുത്തിട്ട്, ഇപ്പൊ രാധാദേവി അവിടെ നിറച്ച് മയിലുകളുണ്ട്, ആ മയിലുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കും. നോക്കുമ്പോ മയിലിന്റെ രൂപം സ്വീകരിച്ചിട്ട് രാധാദേവി ഭക്ഷണം കൊടുക്കണതിന്റെ കൂട്ടത്തില് ആ മയിലിന്റെ കൂട്ടത്തില് ചെന്നു നിന്നു. രാധയ്ക്ക് കണ്ടാ മനസ്സിലാവില്ലേ. എന്നിട്ട് ഇങ്ങനെ രാധ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ആ മയിലിനെ ഇങ്ങനെ തലോടി. മനസ്സിലായി രാധാദേവിക്ക്. അങ്ങനെ പിണക്കം മാറി എന്ന് പറയണ അങ്ങനെ കഥ വൃന്ദാവനത്തിലുണ്ട്. മോർക്കുടി എന്നാണ് ആ സ്ഥലത്തിന് പേര്. എന്തൊക്കെ കളികളാണ് വൃന്ദാവനത്തില് ഭഗവാനും ഏട്ടനും കൂടി കളിച്ചിരിക്കണ ഗോപന്മാരും. മേഘഗംഭീരയാ വാചാ നാമഭിർ ദൂരഗാൻ പശൂൻ കുജിതാഹ്വയേതി പ്രീത്യ ഗോപാല മനോജ്ഞയാ. ചിലപ്പോ ഇടിമുഴക്കം പോലെ ഗംഭീരായിട്ടും കേൾക്കുമ്പോ തന്നെ ഗോപന്മാരുടെയും പശുക്കളുടെയും മനസ്സിനെ ഹരിക്കുന്നതുമായ വാക്കുകൾ കൊണ്ട് ദൂരെ സഞ്ചരിക്കുന്ന പശുക്കളെ അവയ്ക്ക് ഇട്ടിരിക്കുന്ന പേരുകള്, കണ്ണൻ ഓരോരോ പേരിട്ടുണ്ട് ഓരോ പശുക്കൾക്ക്, ഓമന പേരുകൾ. അതുകൊണ്ട് ഇങ്ങനെ വിളിക്കണു. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ പശുക്കള് ആ പേര് കണ്ണനങ്ങോട്ട് വിളിക്കുമ്പോ തന്നെ പശുക്കള് പുല്ല് തിന്നോ രസിച്ചു നിൽക്കും. പെട്ടെന്ന് ഇങ്ങനെ അവര് തല ഉയർത്തി ചെവി വട്ടം പിടിച്ച് ഓടി വരും കണ്ണന്റെ അടുത്തേക്ക്. അപ്പൊ ഗോപന്മാർക്കും അത് തന്നെയാണ്. ഗോപന്മാരെ അതേപോലെ വിളിക്കും ഭഗവാൻ. പശുക്കളെ മേയ്ക്കണവര് ഓരോ പശുക്കളെ പ്രത്യേകം ഇങ്ങനെ വിളിക്കൂലോ, ഓരോ പേര്. അതുപോലെ ഭഗവാൻ ഓരോ പേര് പറഞ്ഞ് പശുക്കളെ ഉറക്ക വിളിക്കും. ആ ശബ്ദം കേൾക്കുന്നവരുടെ മനസ്സിൽ പരമാനന്ദം ഉണ്ടാവും.
ചകോരക്രൗഞ്ച ചക്രാഹ്വ ഭാരദ്വാജാംശ്ച ബർഹിണ അനുരൗതി സ്മ സത്വാനാം ഭീതവൽ വ്യാഘ്രസിംഹയോ. ചെമ്പോത്ത്, ക്രൗഞ്ചം, ചക്രവാകം, മയില് മുതലായിട്ടുള്ള പക്ഷികൾ കരയുമ്പോ അവയുടെ ശബ്ദം അതുപോലെ ഭഗവാനും അനുകരിച്ച് അതുപോലെ കരയും. കാട്ടിലുള്ള ജന്തുക്കളുടെ ഓടുന്ന മാൻ മുതലായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവയുടെ പിന്നാലെ ഓടും. മാനിന്റെ പിന്നാലെ ഓടും. മാനിന്റെ പിന്നാലെ ഓടുമ്പോ മാന് സ്പീഡ് കൂട്ടും, ഭഗവാനും അതുപോലെ ഓടും. പിന്നെ പുലി, സിംഹം മുതലായിട്ടുള്ള ഭയങ്കര മൃഗങ്ങളെ കാണുക, അവരുടെ ശബ്ദമൊക്കെ കേൾക്കുകയൊക്കെ ചെയ്താ അയ്യോ ഭീതവൽ എന്നാ പറഞ്ഞാണ്, ഭയപ്പെട്ടവനെ പോലെ നടിക്കുന്നു. അയ്യോ പുലി വരണു, സിംഹം വരണു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ഓരോ കുട്ടികളുടെ പിന്നിൽ ഇങ്ങനെ വിളിക്കുന്നു. എന്താ ഭഗവാനുണ്ടോ അവരെയൊക്കെ പേടി? പരമാർത്ഥത്തില് ഭഗവാന് ഒരു ഭയവും ഇല്ല. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭീതവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, പേടിച്ചവനെ പോലെ. ആ കുട്ടികളെ ഇത് കാണുമ്പോ ആ കണ്ണൻ പേടിച്ചിട്ട്, സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും കണ്ണൻ പേടിച്ചു. ആ കണ്ണൻ ഓടിനും പേടിച്ച് എന്നവര് പറഞ്ഞു ചിരിക്കില്ല. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. അങ്ങനെ എന്തെന്തൊക്കെ കളികളാ ഭഗവാൻ അവിടെ കളിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.